നമസ്കാരം. സ്വയം പൊങ്ങി പൂക്കിയുടെ ഒരു തെങ്ങിക്കയറ്റ തള്ളൽ വീഡിയോ വന്നിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നുടെ എന്നാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഇജ്ജാതി തള്ളൽ കേട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അദ്ദേഹം പ്രീ ഡിഗ്രി പഠിച്ച കോളേജിൽ ഒരു സ്വീകരണം കൊടുത്തതാണ്. ആ സ്വീകരണത്തിനിടയിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടെ. ഈ അടുത്ത ദിവസം സുകുമാരൻ നായരെക്കുറിച്ച് പറഞ്ഞത്, മുമ്പ് കെ സുധാകരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആ കഥ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊന്ന് കേട്ടെ. ഞാൻ പെട്ടെന്നിരുന്നപ്പോൾ പുറകിലേക്ക് നോക്കിയത് ഇവിടെ ഒരു ജനലും ഒരു കിളിവാതിലുമുണ്ട്, പുറകിലേക്ക് കാണാം. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വരുമ്പോൾ എനിക്ക് 14 വയസ്സിൽ ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആഴ്ച എല്ലാവരും ലേക്ക് വ്യൂവിലേക്ക് പോകും. ഇവിടെ വന്നാൽ അവിടെ പോവാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ലേക്ക് വ്യൂവിലേക്ക് പോയി, ഞങ്ങളെല്ലാ കുട്ടികളെല്ലാവരും ചേർന്ന്. അപ്പം എനിക്ക് തെങ്ങി കയറാനറിയാം. ഞാൻ അവിടുത്തെ ലേക്ക് വ്യൂവിലെ തെങ്ങിൽ കയറി. അപ്പോൾ ഈ കോളേജിൽ ആർക്കും തെങ്ങിൽ കയറാൻ അറിയില്ല. അപ്പം എല്ലാവരും ആരാധകരായിട്ട് താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അർക്കഞ്ചൽ, അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ചത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ എനിക്ക് പിന്നെ എന്ന് പഠിക്കുമ്പോഴൊക്കെ ഭീതിയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ, ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി തെങ്ങിന്റെ മുകളിലിരിക്കും. പിന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം കർശനമായ താക്കീതൊക്കെ തന്നു. ഇനി അടുത്ത 2 വർഷവും അണ്ടർ സർവൈലൻസ് ആയിരിക്കുമെന്നോ, അടുത്ത 2 വർഷവും എന്റെ നീക്കങ്ങളെല്ലാം. കേട്ടല്ലോ, ഞാൻ തെങ്ങിക്കയറി, ഞാൻ മാത്രം, വേറെ ഒരുത്തിന് പറഞ്ഞില്ല, എനിക്ക് മാത്രം. ആ ഞാനിസം ഉണ്ടല്ലോ, അതായത് എന്തും ഞാൻ മാത്രമാണ് എല്ലായിടത്തും. ഇപ്പോൾ പാർട്ടിയിൽ നോക്കിയാൽ ഞാൻ, വേറെ ആരാണ്? ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലായിരുന്നോ, തുടങ്ങി ഞാൻ ആ ഞാനിലെ മറ്റൊരു ഞാനാണ് എന്ത് ചെയ്ത് തെങ്ങിക്കയറിയ ഞാൻ. ബാക്കിയുള്ള ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ അത്രമാത്രം ഒരു കഴിവുറ്റവനായിരുന്നു. അതിനെ നമ്മുടെ കിളിവാതിൽ നിന്ന് ഏത് കാലഘട്ടത്തിൽ, 70 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 60കളുടെ 80കളുടെ കാലഘട്ടത്തിൽ ബൈനോക്കുലർ വെച്ച് ആര് നോക്കി? ഒരച്ഛൻ നോക്കിയെന്ന്. ആ അച്ഛന് മറുപടി പറയാൻ പറ്റുമോ? എന്താണ്? ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള വ്യക്തി വന്നിരുന്ന് എൻ്റെ പേര് വെച്ചൊരു കഥ അടിച്ചിറക്കി വിട്ടാൽ അല്ലയോ ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. പഠിപ്പിച്ച അധ്യാപകരെ വരെ നിശബ്ദരാക്കിക്കൊണ്ട് അവരെ തലയനക്കിച്ചുകൊണ്ട് കഥ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിയേ. തെങ്ങിക്കയറും അത്ര. ഇപ്പോൾ ഒരു തെങ്ങിൻ്റെ മുട്ടിക്കൊണ്ട് നിർത്തി കൊടുത്തിട്ട് കയറാൻ പറഞ്ഞാലോ? അതായത് ഞാൻ പറഞ്ഞില്ല, അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കില്ലല്ലോ. ആ നിലയ്ക്ക് ഒന്ന് കയറാൻ പറഞ്ഞ് അപ്പം കാണാം ഈ തള്ളലിൻ്റെയൊക്കെ കാര്യം. അന്ന് എനിക്കറിയാം, ഇന്ന് എനിക്കറിയില്ല എന്ന് പറയും. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പോൾ മരത്തിൽ കയറാനോ അല്ലെങ്കിൽ തെങ്ങിൽ കയറാനോ ഒക്കെ അറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഏത് പ്രായത്തിലും എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റും. ഇപ്പോൾ ആരോഗ്യത്തിനൊന്നും യാതൊരു കുറവുമില്ലല്ലോ. ആ നിലയ്ക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷ നടത്താൻ നോക്കിയാൽ തേഞ്ഞൊട്ടുന്ന സാഹചര്യം നമുക്ക് കാണാം. എന്തായാലും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ സ്വയം പൊങ്ങിയായിട്ട് സ്വന്തമായിട്ടൊരു സംഭവമാണെന്ന് അവതരിപ്പിക്കാൻ പച്ച നുണ വിദഗ്ധമായിട്ട് എനിക്കൊരു ഭാഷ പ്രയോഗിക്കാൻ അറിയാമെന്ന നിലയ്ക്ക് അടിച്ചു വിടുമ്പോൾ ആ സദസ്സിലിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ മിടുക്കനാണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എന്നെക്കുറിച്ച് ഞാനൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അങ്ങ് അടിച്ചു വിടുകയാണ്. കൂടെ പഠിച്ച ആർക്കെങ്കിലും ഇത് ഓർമ്മ കാണും? ഞാൻ ഒറ്റയ്ക്ക് തെങ്ങിക്കയറി ഇപ്പോൾ ആ തെങ്ങിക്കയറുന്ന ആ ജോലി ഒരു മോശം ജോലിയൊന്നുമല്ല. മറ്റേ പറവൂരിലുള്ളവർക്കൊക്കെ സംബന്ധിക്കുന്നിടത്തോളം ആ ജോലി അറിയായിരുന്നെങ്കിൽ MLA ആയിരുന്ന സമയം തൊട്ട് വലിയ ഗുണം ഉണ്ടായേനെ. കാര്യം ഇപ്പോൾ ബംഗാളികളാണ് ഈ നാട്ടിൽ തെങ്ങിക്കയറുന്ന ജോലി ചെയ്യുന്നത്. ഇത് അറിയാമായിരുന്നെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇങ്ങനെയൊക്കെ സ്വയം നുണകൾ പറഞ്ഞ് ഇല്ലാത്ത കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം പച്ച നുണയാണ്. അന്ന് കിളിവാതിലൂടെ ബൈനോക്കുലർ വെച്ച് ഏതെങ്കിലും ഒരു സ്കൂളിൽ നടക്കുന്നതാണോ? കുട്ടികൾ ഗ്രൗണ്ടിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള വ്യക്തി ബൈനോക്കുലർ വെച്ച് നോക്കിക്കൊണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ തന്നെയാണോ ഇയാൾ? ഇങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ബെഡായി കഥകളുണ്ടാക്കി അടിച്ചു വിടുക, അതിലൂടെ ഞാൻ ഒരു സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം കേൾക്കുമ്പോൾ തൊലി പൊളിയുന്നുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ.